ഇത്രയും പ്രയാസങ്ങളും ഇത്രയും വിഷമങ്ങളൊക്കെ ഞാൻ അനുഭവിച്ചെങ്കിലും ഞാൻ എൻ്റെ കുടുംബത്തെ ഇത്രയും പ്രയാസങ്ങൾ ഞാൻ അനുഭവിച്ചത് ഞാൻ അറിയിച്ചിട്ടില്ല. ഒരുപാട് ദിവസങ്ങൾ ഞാൻ പട്ടിണി കിടന്നിട്ടുണ്ട്. അതുപോലും ഞാൻ എൻ്റെ പ്രയാസങ്ങൾ പോലും എൻ്റെ കുടുംബത്തെ ഞാൻ അറിയിച്ചിട്ടില്ല. എൻ്റെ മക്കളെ എന്തെങ്കിലും ആവശ്യങ്ങൾ ഞാൻ നടത്താതിരിക്കുകയോ അല്ലെങ്കിൽ മക്കളെ ഞാൻ വിഷമങ്ങൾ അറിയിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുത്തിട്ട് ഇങ്ങനത്തെ ഒരു ഗതിയാണല്ലോ എനിക്ക് സംഭവിച്ചത് എന്ന് ഓർത്തിട്ട് കരയാണ് അദ്ദേഹം ഇപ്പോഴും. പക്ഷെ എനിക്കിപ്പോൾ പറയാനുള്ളത് എന്താ പറയുക, ഈ ന്യൂസുകാരൊക്കെ അയാളെ പേഴ്സണലായിട്ടുള്ള എന്താ പറയുക, അയാളെ ഒരു ഹൃദയത്തിൽ നമുക്ക് എല്ലാവർക്കും, പക്ഷേ നിങ്ങൾ ന്യൂസിൽ കാണിക്കേണ്ട സംഗതികളൊക്കെ നിങ്ങൾ കാണിച്ചോളി, ഒരു കുഴപ്പമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തുറന്ന് കാണിക്കുന്നതൊക്കെ മോശമാണ്. നിങ്ങൾ ഈ ന്യൂസുകാർ കുറച്ച് ദിവസം ഉണ്ടാവും, ഇപ്പോൾ ഇന്നും ഇന്നലെയൊന്നും അതിൻ്റെ ഒരു പരിപാടിയോ അല്ലെങ്കിൽ ഒന്നും കേൾക്കണോ കാണണോ ഒന്നുമില്ല. അതിൻ്റെ അത് ചൂട് പോയി, നിങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടി, നിങ്ങൾക്ക് ആവശ്യങ്ങൾ നടന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മളൊക്കെ ഒരു വീഡിയോ ഇടുമ്പോൾ നമ്മളെ എന്താ പറയുക, വിമർശിക്കാനും കളിയാക്കാനും പിന്നെ എന്താ പറയുക, വേണ്ടായിരുന്നു ഇപ്പം ഇത്രയും ദിവസമൊക്കെ ഞാൻ വീഡിയോ ഇടാതിരുന്നതാണ്. പിന്നെ എന്താ പറയുക, നമ്മളെ വീഡിയോ നമുക്ക് തന്നെ തോന്നുകയാണ് മറ്റുള്ളവർ നമ്മളെ പരിഹസിക്കുന്നുണ്ട്, നമ്മളെ കളിയാക്കുന്നുണ്ട്, അപ്പോൾ ഇത് നമുക്ക് ഒട്ടും യോജിച്ചൊരു പരിപാടിയല്ല എന്നൊക്കെ ഒരു തോന്നൽ. അപ്പോൾ ഇതൊക്കെ എന്താ പറയുക, ഞാൻ ഇതിൽ നിന്ന് ഇങ്ങനെ പിന്മാറി പോവാ എന്നുള്ളൊരു തീരുമാനം എടുത്തിങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഈ എൻ്റെ വീഡിയോസ് ആണെങ്കിൽ കുറേ ആൾക്കാർ കണ്ടു, ഒത്തിരി ആൾക്കാർ കാണുന്നുണ്ട്. പക്ഷേ കണ്ടിട്ട് ആരും ഒന്ന് ഒരു ലൈക്ക് അടിക്കുക അല്ലെങ്കിൽ ഒരു കമൻറ്റ് ഇടുക ഒന്നും ചെയ്യണില്ല. അപ്പോൾ വീഡിയോ നമ്മളത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാഞ്ഞിട്ടാണ് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തൽക്കാലമായിട്ട് ഇതിൽ നിന്ന് പിന്മാറി പോവുകയാണ്. ആരും ഒന്നും വിചാരിക്കേണ്ട. ഇൻഷാ അള്ളാ പിന്നീടൊക്കെ ഇനി എന്തെങ്കിലുമൊക്കെ നല്ല മനസ്സ് തോന്നുകയാണെങ്കിൽ വരാം. ഓക്കെ, ബായ്, അസ്സലാമു അലൈക്കും. സഹകരിച്ചതും പിന്നെ ഇത്രയും കാലം എല്ലാം ഫോളോ ചെയ്തവർക്കൊക്കെ നന്ദി പറയാണ്. ഇൻഷാ അള്ളാ.